ഹലോ, ഇതൊരു കണ്ടന്റ് പർപ്പസിന് വേണ്ടി എടുത്ത വീഡിയോസ് അല്ല. ഇറ്റ്സ് ക്ലിയർലി ഫോർ റെക്കോർഡിംഗ് ആൻഡ് ഡോക്യുമെന്റിംഗ് മെമ്മറി. ഞാൻ വീഡിയോ ഓൺ ചെയ്ത് മുന്നേ നിന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്തൊക്കെ പറയുമെന്ന് എനിക്കൊരു ഐഡിയ കാണത്തില്ല. അതുകൊണ്ട് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ട്രിപ്പ് എന്ന് പറയുന്നത് എൻ്റെ MBAയിൽ സെക്കൻഡ് സെമിസ്റ്ററിൽ പോയ ട്രിപ്പ്. ഒരു പ്രോപ്പർ ഇൻട്രോ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഹറിബറിയിലായിരുന്നു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നത്. എത്രയോ നാൾക്ക് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നത്. ഒരിക്കലും ഫ്രണ്ട്സ് എന്നെ കളിയാക്കും, ട്രിപ്പിന് മാത്രമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് ട്രിപ്പ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ ഫസ്റ്റ് ട്രിപ്പ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു മെമ്മറി ആയിട്ട് കിടക്കട്ടെ. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് നോക്കുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഈ ഫോട്ടോസ് വീഡിയോസ് നമ്മൾ ഗാലറിയിൽ ചിലപ്പോൾ അത് എത്ര നാൾ കാണുമെന്ന് അറിയത്തില്ല. എൻ്റെയിലൊക്കെ വീഡിയോസ് ഇരുന്നാൽ ഞാൻ പെട്ടെന്നത് അതൊക്കെ ഫുൾ ആകുമ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാറാണ് പതിവ്. പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഫ്യൂച്ചറിലുള്ള അവർക്കും എനിക്കും വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും എടുത്തിട്ട് ഈ ട്രിപ്പിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഓർത്തിട്ട് അയ്യോ അതങ്ങനെ ആയിരുന്നില്ലേ ഇങ്ങനെ ആയിരുന്നില്ലേ എന്ന് മനസ്സിൽ ഓർക്കുമ്പം വിഷ്വലായിട്ടൊരു വീഡിയോ ഉള്ളത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ട്രിപ്പ് പോയത് ഞാൻ വ്ളോഗാക്കി എടുത്തപ്പോൾ എനിക്ക് പിന്നീട് കാണുമ്പോൾ ഇതൊക്കെ അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എത്രയെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയിരിക്കും. ചിലപ്പം ചിലതൊക്കെ മറന്നുപോയി കാണും. അതൊക്കെ ഞാൻ യൂട്യൂബിൽ പിന്നെ വീഡിയോസിൽ കാണുമ്പോഴേക്കും എനിക്ക് സന്തോഷമാകും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു മെമ്മറി ആയിട്ട് എനിക്കത് പിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ ഒരു സ്റ്റാർട്ടില്ല, ഒരു എൻഡിങ് ഇല്ല, ഒരു കണ്ടിന്യൂഷൻ കാണത്തില്ല. പക്ഷേ ജസ്റ്റ് എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ എടുത്ത റാൻഡം ബിറ്റ്സൊക്കെ എടുത്തിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വ്ളോഗ് പോലെ ചെയ്യുവാണ്. ഫ്യൂച്ചറിലെ സഫ കാണുപോയി. ഒരു സാധനം മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്ത് വെച്ച് നെക്സ്റ്റ് ഈ സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ പെട്ടിയിൽ തന്നെ സിബിലെടുത്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ അതെവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കാവുമെന്ന് വിചാരിച്ചിട്ട് ഒരു പൗച്ചിലാക്കിയിട്ട് പിന്നെ ഒരു അബദ്ധം കാണിച്ച് കോളേജിൽ നമ്മൾ ഇറങ്ങുന്നത് ബസ്സിൽ കയറുന്ന ബസ് വരുന്നതായിട്ടുള്ള ഒരു വീഡിയോസിന് എടുത്തില്ല. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതൊക്കെ വിട്ടുപോയി. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഊട്ടിയിലെത്തിയപ്പോഴാണ്. ഹായ് അപ്പു. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ രാവിലെ ഈ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴേക്കും മഞ്ഞും തണുപ്പും ഒക്കെ കൊണ്ട് നമ്മൾ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് കിട്ടുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഡേ വരുന്ന ഊട്ടിയിലായിരുന്നു. അപ്പോൾ ഊട്ടിയിൽ റൂം സ്റ്റേയിലൊക്കെ നമ്മൾ പോയിട്ട് ഡ്രസ്സ് ചെയ്ത് ഊട്ടി കാണാൻ വേണ്ടി ഇറങ്ങുവാണ്. അജറ ഇതിൽ നോക്കിയോ യാജറ സാറാ നോക്ക് യൂട്യൂബ് ഇടുന്ന പ്രശ്നമുണ്ടോ? ഹലോ ഗൈസ്, നമ്മുടെ സഫാടെ വ്ലോഗാണ്. ടാറ്റാ. ഹായ് ദ റിയൽ മങ്കി. പോൾ പറ്റി നമ്മളെ സൂപ്പർ ഔട്ട്ഫിറ്റ്. അതറ ഇങ്ങനെ ആക്ക്. ഞാൻ വ്ലോഗ് ഇടുക ഇതൊക്കെ താഴെ. ഹലോ ഗൈസ്, ഇത് ഇവളാണ് മറ്റേ അവള് ദുവാലിപ്പ. ഇത് സാധാരണ ഉടുക്കുന്നതിന്റെ ഔട്ട്ഫിറ്റ് ബർത്ത് കയ്യിലൊട്ടിയിരിക്കുന്നു എന്റെ ഔട്ട്ഫിറ്റിന്റെ ബർത്ത്. ഇത് സാറ, ഇതിന്റെ അടിയിൽ കിടക്കുന്നത് സാറ, ഇതും സാറ, ഇതും സാറ. പിന്നെ ഷൂ സാമ്പാറാ മിസ്സിംഗ് ജോഡി. നമുക്കിപ്പം ആരാണ് മിസ് ചെയ്തതെന്ന് അറിയാമോ? ജോണി. ബ്രേക്ക്ഫാസ്റ്റ് സ്ഥിരം പൂരി അത് അങ്ങനെ
മറ്റായിരിക്കും ഫസ്റ്റ് ടൈമാണ് ഊട്ടിയിൽ പോണത്. ഊട്ടിയിൽ ഇങ്ങനെ വീടൊക്കെ ഇങ്ങനെ ഒരു സ്ലോപ്പിൽ അടുക്കി വെച്ചിരിക്കുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിന് സ്ലോപ്പ് കണക്കുള്ളൊരു ഇതാണ് ഊട്ടി എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ വീടുകൾ വെച്ചാൽ ഫസ്റ്റ് പോയത് ഊട്ടിയിൽ ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലായിരുന്നു. എല്ലാ ടീ ഫാക്ടറിയിലും പോകുമ്പോൾ കാണുന്ന കണക്ക് തന്നെ അവിടെ ടീ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ തന്നിരുന്നു. റിവ്യൂ ഫസ്റ്റ് ദിവസം ഡേ 1 ചൊറിഞ്ഞോണ്ട് വരുന്നിട്ട് സാറാ. ഇപ്പഴാ കണ്ടത്. സ്റ്റുഡിയോയാ അല്ല, സ്റ്റുഡിയോയിൽ മാത്രം ഇത് കിട്ടുമോ? ബെസ്റ്റ് സൈഡിൽ നിർത്ത വേറൊരു ബ്രാൻഡ് കടയിലാണ് പറ. പറ. അയ്യോ കിട്ടി അവസാനം നമ്മൾ പൈൻ വാലിയിൽ എത്തിയിരിക്കുകയാണ്. കൊറേ പൈൻ വാലി ഉണ്ട്. അപ്പം നമ്മള് ഊട്ടി കണ്ട് ഇത് സഫനാസ്. ഇതേ സെയിം തന്നെ ആയിരിക്കും. ഇതേ നടത്തം. സത്യം ഒരു കണ്ടന്റ് ഇല്ല. ഇത് കേക്കൂ, നിങ്ങളെ ബ്ലോഗർ വൃത്തിയിട്ടൊരു സ്ത്രീയാണ് നിങ്ങളെ ഈ ബ്ലോഗർ. അല്ലടാ ഹിപ് ഹോപ്പ്. ഞാൻ നിന്റെ വീഡിയോ എടുക്കുന്നത്. ഞാൻ ക്യാമറ കൊണ്ടുവരുന്നില്ല. നീ സിനിമ നടി വരുന്ന കണക്ക് വരുന്ന ക്ലോസ് അങ്ങനെയൊന്നുമില്ല. ഈസ്തറ്റിക് പെണ്ണുങ്ങൾ അങ്ങനെ ഇടുന്ന ചുമ്മാ കളിച്ചാൽ അടിച്ചോ. കേറിക്കോ. ആ മലമുകളിലൊക്കെ പോയിട്ട് പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു അങ്ങോട്ട്. അതുകൊണ്ട് നമുക്ക് മര്യാദയ്ക്കൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഒരു മഞ്ഞ് പെയ്യുന്ന ഊട്ടി വേണമെന്ന്
50 രൂപ അയക്കും. ആ ശരി. അഞ്ചല്ല മഞ്ഞ. ഞങ്ങള് മഞ്ഞ പറയും. നിങ്ങൾ മഞ്ചാന്ന് ചൊല്ലോ. ആ മഞ്ച. നീല തമിഴില് മഞ്ഞ എന്ന് പറഞ്ഞാണ്. മണ്ണല്ല കല്ലി. മണ്ണല്ല മഞ്ചൾ എന്താണെന്ന് சொன்னீங்க. അപ്പൊ ഇവിടെ മഞ്ഞൾ. നമുക്ക് മഞ്ഞൾ, നമുക്ക് മഞ്ചൾ. ഞാൻ വരമാട്ടെ. ക്ലാസ് എടുക്കാം. മലയാളം ക്ലാസ് സൂപ്പർ. ഡിഗ്രിയാണ്. പാത്താ ചിന്ന പൊണ്ണു. മലയാളം തമിഴ് പറയുന്നത് മലയാളം പറഞ്ഞു. ரொம்ப വലിയ കൊറേ വയസ്സുണ്ട്. പിന്നെ ഒരു നീലമാണ് കണ്ടോ. ഒരു നീല. ചോദിക്കുന്നറിയോ? ഇത് വൈറ്റ് ചോക്ലേറ്റ്. എനിക്കൊരു കടി. ഇത് നമ്മൾ ലൈസൊക്കെ എടുത്തോണ്ട് പോയി. ഫ്രീ ആണ്, നമ്മളെ കടയാണ്. പെട്ടെന്ന് പറ. ഈ സാധനം പാക്കറ്റ് മൊത്തം. പേടിച്ച ഉടനെ പൊട്ടിച്ച് തിരിച്ചടിച്ചാലാന്ന് പറഞ്ഞു. 70 രൂപ. ഈ ചിക്കൻ എടുത്തോട്ടെ. വലിച്ചത് പറന്നുകൂടെ? ഈ ചിക്കനാണ് ചിക്കൻ എടുത്തോട്ടെ. സ്പേസ് ഇല്ല ചിക്കൻ എടുത്തോട്ടെ.